No, ma'am. Prayer start చేద్దాం. Okay. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King. There is only one body, that is why we sing. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. Thank you all. Have a nice day. Thought. Thought of the day. Good morning, all. To be successful in life, what you need is education. Thought by Jawaharlal Nehru. Thank you. Sign in. Okay, ma'am. Good morning, ma'am, and my dear friends. I am Delisha. Today is 1st July 2025, a very special day, National Doctors Day. This day is dedicated to honoring all the doctors who work day and night to keep us healthy and safe. They are real life heroes in white coats, always ready to help with care, courage, and compassion. Let's take a moment today to say thank you to all the doctors for their service and sacrifices. Wishing everyone a healthy and happy Doctor's Day. Okay. Good morning to all. Good morning. Good morning, ma'am. Fine. Good morning, ma'am. Good morning. Good morning, ma'am. Morning.
PDF കാണാമോ? ഇല്ല മാം. ഇപ്പോഴോ? ഇല്ല മാം, കാണുന്നില്ല ഇപ്പൊ മാം. കാണുന്നുണ്ടല്ലോ. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 10 എടുത്തു തുടങ്ങിയല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു മാം. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞു നേച്ചർ തുടങ്ങിയല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവിൽ ഒരുപോലെ തരത്തിൽ വ്യത്യാസം. തരത്തിൽ വ്യത്യാസമാണ്. അളവിൽ ഒരുപോലെ ആയിരിക്കും ഇമോഷൻസ്, അത് തരത്തില് കൈൻഡില് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ തന്നെ വരുന്നത് നമുക്ക് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ട്രേറ്റ്സ്. All measures of traits that contribute to individual differences tend to distribute themselves as per the laws of normal probability curve. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്? അതായത് ഒരാളുടെ സ്വഭാവത്തിന്റെ സാധാരണ വിതരണം. ഇങ്ങനെ നമ്മൾ സാധാരണ വിതരണം കാണുന്നത്, അതായത് അയാളുടെ പല ആസ്പെക്ട്സുകൾ, അതായത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും വരുന്ന എല്ലാ ആസ്പെക്ട്സുകളും ഏകദേശം ഒരേപോലെ വരുമ്പോഴാണ് അത് നോർമൽ ട്രേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇന്റലിജൻസ് ബേസ്, ഹൈറ്റ്, വെയിറ്റ്, ഫിസിക്കൽ ആസ്പെക്ട്സ് ഒക്കെ വരും അതിലുണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള. ഇപ്പൊ നമ്മള് ഇവിടെ പറയുന്നുണ്ട് നോർമൽ പ്രോബബിലിറ്റി കർവ്. നിങ്ങൾ കർവ് കണ്ടിട്ടില്ലേ? കർവ്സ് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്ന. യെസ് മാം, കണ്ടിട്ടുണ്ട് മാം. ഇതാണ് നമ്മൾ ഗ്രാഫ് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. ഏതളവ്, ഏത് ക്വാണ്ടിറ്റി ആണ്, ഏതളവാണ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ബ്രീഫ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടാവും, ഒരു സീറോ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതിനുശേഷം നമ്മൾ ഓരോ പോയിന്റ് വൈസ് എന്താണ്, ഏതാണോ താഴെ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എത്ര കൂടുതലാണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വരുന്ന, അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ഒരു പിക്ചർ കിട്ടും അല്ലെ? ഒരു കർവ് രൂപപ്പെടും. ഓരോ കർവ്സിനും എന്താണ്, പല ഷേപ്സ് ഉണ്ടാവും, പല പേരുകളുണ്ടാവും. അപ്പൊ ഒരാളുടെ സാധാരണ സ്വഭാവത്തെ കാണിക്കുന്നതിനാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവുകൾ ഉപയോഗിക്കുന്നത്. അതായത് എന്താണ് സാധാരണ വിതരണം എന്ന് പറയുന്നത്? ഒരാളെ നോർമൽ പേഴ്സൺ എങ്ങനെയാണ്, അയാളുടെ ഇമോഷൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അതെന്താണ്, നോർമൽ പ്രോബബിലിറ്റി ആയിട്ട് വരും. അതായത് സാധാരണമായിട്ടുള്ള വിതരണം കാണിക്കും. അത് നമ്മൾ വരച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു ബെൽ കർവിന്റെ ഷേപ്പിലായിരിക്കും. അതായത് ബെൽ ഷേപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ബെൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറയുന്നത് സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കേട്ടിട്ടുണ്ടോ? സിമെട്രിക്കൽ എന്താണ്? സിമെട്രിക്കലിന്റെ പ്രത്യേകത മിറർ ഇമേജ് പോലല്ലോ. മിറർ ഇമേജോ? അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അതിന്റെ രണ്ട് സൈഡ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലായിരിക്കോ? ഈക്വൽ ആയിരിക്കുള്ളൂ അല്ലെ? ഒരേപോലെ ഫേസ്. അതായത് സിമെട്രിക്കൽ എന്ന് പറയുന്ന ഷേപ്പ് എന്താണ്? രണ്ട് ഇരുവശങ്ങളും ഒരേ ഷേപ്സ് ആയിരിക്കും, ഒരേ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഒരാളുടെ സാധാരണ സ്വഭാവത്തിന്റെ വിതരണം കാണിക്കുന്നതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കർവാണ് എന്ത്? നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കട്ടോ. കയ്യിൽ പേനുണ്ടോ? പേനുണ്ടോ? നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് ഹെഡിങ് കൊടുത്തേ. പറയട്ടെ. It is a fundamental concept in statistics. It is a
fundamental concept in statistics that helps understand and analyze individual differences. Another പറയാം, it is a fundamental concept in statistics that helps understand and analyze individual differences. ശരിക്കും ഈ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ് ആണ്. എന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ കർവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, this distribution the point ആണ്, this distribution is often often observed in various characteristics. Observed in various characteristics. ഒന്നുകൂടി പറയാം, this distribution is often observed in various characteristics, comma, physical traits, comma, physical traits ഇട്ടിട്ട് ഒരു കോമ ഇടാം. എന്താണ്? like height and weight. മാം ഫിസിക്കൽ അതിന്റെ മറ്റേതെന്തായിരുന്നു? Physical traits, TRAITS. ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ. അതിൽ ഏതാണ് വരുന്നത്? ലൈക്ക് ഹൈറ്റ് ആൻഡ് വെയിറ്റ്, കോമ, അടുത്തതില് ആൻഡ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ്. Like intelligence or personality. Okay, അങ്ങോട്ട് വായിക്കാം. This distribution is often observed various characteristics, physical traits like height and weight, and psychological traits like intelligence or personality. Next point, normal distribution curve. Normal distribution curve. Is also known as
is also known as bell-shaped or symmetrical. Bell-shaped or symmetrical. അതിന്റെ സ്പെല്ലിംഗ് അറിയോ മാം സിമെട്രിക്കലിന്റെ? SYM double M ഉണ്ട് ട്ടോ. SYMMETRICAL symmetrical. SYMMETRICAL symmetrical. അതായത് നമ്മുടെ ഈ കർവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നതാണ് കേട്ടോ, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോബബിലിറ്റി കർവിന്റെ നിയമങ്ങൾ അനുസരിച്ച് നോക്കുന്ന സമയത്ത് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരാളുടെ സ്വഭാവത്തിന് സാധാരണ വിതരണമാണെങ്കിൽ അയാളുടെ എല്ലാ സവിശേഷതകളും ഏകദേശം ഒരേപോലെയാണ് വരുന്നതെങ്കിൽ മാത്രമാണ് ഏത് ഷേപ്പിൽ രൂപപ്പെടുന്നത്, ബെൽ ഷേപ്പിൽ രൂപപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ സിമെട്രിക്കൽ ഷേപ്പിൽ ഇത് രൂപപ്പെടുകയുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് സംഭവം ഇൻഡിവിജ്വൽ ആയുള്ള ഡിഫറൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കുന്നത് മനസ്സിലായി, പിന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് മനസ്സിലായി. പക്ഷെ മാം ഈ സൈക്കോളജിക്കൽ ഇതെങ്ങനെയാ മാം, ഇന്റലിജൻസും പേഴ്സണാലിറ്റി ഒക്കെ? ഇന്റലിജൻസ് ക്വോഷ്യന്റ് നമ്മൾ നോക്കൂ, അതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ, അടുത്ത ഭാഗത്തിൽ അത് പറഞ്ഞു തരും. ഇന്റലിജൻസിന്റെ IQ ടെസ്റ്റിന്റെ ബേസിസിലാണ് നമ്മളത് നോക്കുന്നത്. ഓരോരുത്തരുടെ IQ ലെവൽ ചെക്ക് ചെയ്തതിനു ശേഷം ആ മെഷർമെന്റ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ ഓക്കെ മാം. യെസ്, അടുത്തത് P വരുന്നത് എന്താണ്? There exist both inter-individual and intra-individual differences. ഇനി നമ്മുടെ സ്വഭാവങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ മറ്റൊരു നേച്ചർ ആണ് ഇവിടെ പറയുന്നത്. There exist both inter-individual and intra-individual differences. എന്താണ് inter-individual എന്ന് പറയുന്നത് അല്ലെങ്കിൽ intra-individual differences എന്ന് പറയുന്നത്? നമ്മള് ടീച്ചർ ഒരു ഉദാഹരണം പറയാം. നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് പുറമെ ഒരു സ്വഭാവമുണ്ട്, അകത്തൊരു സ്വഭാവമുണ്ട്, ഇല്ലേ? ഉണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ക്ലാസ്സിലിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? വളരെ പ്രസന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിനോടുകൂടി ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ദെൻ അതർവൈസ് നിങ്ങൾ വീട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? കുറച്ചുകൂടി ഫ്രീ ആണ് അല്ലെ? വീട്ടിൽ മറ്റൊരു സ്വഭാവമാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം ശരിക്കും പുറത്തു വരുന്നത് എപ്പോഴാണ്? വീട്ടിലെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മളുടെ ആ ഒരു മോശ സ്വഭാവം എന്തെങ്കിലും ഉണ്ട്, ഉള്ളിലുള്ള സ്വഭാവം ചിലപ്പോ അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമ്മളുടെ പുറത്തു വരാറുണ്ട്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്റർ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവർക്കുണ്ട്. അതായത് ഉള്ളിൽ കാണിക്കുന്ന സ്വഭാവം കുറച്ചുകൂടി വ്യത്യാസമാണ്. അതേപോലെ തന്നെ എന്താണ് പുറത്ത് കാണിക്കുന്ന സ്വഭാവം എന്താണ്, അതിലും ഡിഫറൻസസ് ഉണ്ട്. എല്ലാവരുടെയും അതിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉള്ളിൽ വളരെ കാമാൻകായിട്ടായിരിക്കും, പക്ഷെ ചിലവരെങ്ങനെയാണ് പുറത്ത് അത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കുന്നവരായിരിക്കും. ചിലപ്പോ എന്താ പറയുന്നത്, പിന്നെ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഈ ഇന്റിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ ഈ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഗൈഡൻസ് കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാര്, അവർക്ക് എന്ത് പേഴ്സണാലിറ്റിയാ ഉള്ളത്? ഇന്റിവിജ്വൽ ഇന്റലിജൻസ് ആണ് അവർക്ക് കൂടുതലുള്ളത്. എന്തുകൊണ്ടാണത്? അവർക്ക് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ അവർക്ക് എന്തിനാണ്? മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇന്റലിജൻസിനെ പറയാം, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് കേട്ടോ. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് കാറ്റഗറിയിലുള്ളവരാണ് എങ്ങനെയുള്ള ആൾക്കാര്? ഇപ്പൊ പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ പറയാം, ടീച്ചേഴ്സ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അങ്ങനെ നമുക്ക് എന്ത് പറയുമ്പോ അത് കേട്ടിരിക്കാൻ കഴിയുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് അവർക്കുള്ളത്. ഇനി അപ്പൊ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിന്റെ വ്യത്യാസം എന്തായിരിക്കും? അപ്പൊ ഒന്നും മനസ്സിലാക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ എത്ര വിഷമം അടുത്തിരുന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ
കല്ല് പോലെ ഇരിക്കും, അവർക്ക് യാതൊരു റിയാക്ഷൻ ഇല്ല മാം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല പക്ഷേ. യെസ്. ഇപ്പോഴോ? Yes, ma'am. കേൾക്കാം. കേൾക്കാം. ചാപ്റ്റർ പോയല്ലോ. ചാപ്റ്റർ കാണാമോ? No, ma'am. Open ആയിട്ടില്ല. ഇപ്പൊ കാണാം മാം. ഓക്കെ, ഇവിടെ നോക്കാം. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഒരേ വ്യക്തിയിൽ തന്നെയാണ് നമ്മളെ ഇൻട്രാ ഇൻഡിവിജ്വലിലും കാണാൻ സാധിക്കുന്നത് ചിലപ്പോ, അല്ലെ? ഇപ്പോ അത് ഇന്റലിജൻസിന്റെ ബേസിസിലാണ് ടീച്ചർ ഇൻട്രാ ഇൻഡിവിജ്വൽ അല്ലെ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അത് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരാൾക്കുള്ളിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, അല്ലെ? അതേപോലെ തന്നെ എന്താണ്, ഒരു പേഴ്സൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പോ ആരാണ് ഇതില് അമൃതേനെ എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിലും അമൃതേനെ തന്നെയാണ് പിടിച്ചല്ലേ? അമൃതേനെ എടുക്കുകയാണെങ്കിൽ അമൃത ഒന്ന് പറഞ്ഞേ അമൃത ഇപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ അമൃത എങ്ങനത്തെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്? നമ്മള് ലിസൺ ചെയ്യും മാം കൂടുതൽ. അങ്ങനെ മാം സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്ട് കൊടുക്കും, ഇടയിൽ സംസാരിക്കില്ല, അങ്ങനെയൊക്കെ. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ വന്ന് അമ്മയൊന്ന് വിളിക്കുകയാണ് അമൃതേനെ, നിങ്ങൾ വന്നതൊന്ന് നോക്കാൻ വിളിക്കുകയാണെങ്കിൽ അമൃത എങ്ങനെ റിയാക്ട് ചെയ്യും? ഒന്ന് പോവാം, ഇത് കഴിയട്ടെ. അതാണ് അമൃതയുടെ ഉള്ളിലെ സ്വഭാവം. പുറത്തുള്ള സ്വഭാവമാണ് ക്ലാസ്സിൽ കാണിക്കുന്നത്, ഉള്ളിലത്തെ സ്വഭാവമാണ് അമ്മയുടെ കാണിച്ചത്, അല്ലെ? അത് തന്നെയാണ് എന്താ ഇന്റർ ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങളത് ഒരുപാട് ചിന്തിച്ചൊന്നും പോകുന്നും വേണ്ട. ഇതിനൊന്നും വലിയ കാര്യമായിട്ടൊക്കെ ഒരു ചോദ്യം ഒന്നും വരാനും പോണില്ല കേട്ടോ. പറഞ്ഞു തന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും, അവിടെ ടിക്ക് ചെയ്ത് പോകാൻ അണ്ടർലൈൻ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മളത് പറയില്ല. ഓക്കെ, യെസ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ടീച്ചർ ഇപ്പൊ ഒരു നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ പറഞ്ഞു തന്നില്ലേ, അതിന്റെ ഷേപ്പ് ഒന്ന് ഓർത്ത് വെക്കണം. അത് ഏത് ഷേപ്പാണ്, എന്താണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ചോദിക്കാറുള്ളത് ആ കർവ് ഏത് ഷേപ്സിലായിരിക്കും എന്നാണ് മിക്ക ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, രണ്ട് ഷേപ്സ് അവിടെ പറഞ്ഞു നമ്മൾ. ഏതൊക്കെ ഷേപ്സ് ആയിരുന്നു? ഒന്ന് ബെൽ കർവും ബെൽ ഷേപ്സ്, അല്ലെങ്കിൽ സിമെട്രിക്കൽ ഷേപ്പ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. ഇത് പറഞ്ഞേ, നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ ഷേപ്സ് എങ്ങനെയാണ് പറയുന്നത് നമ്മള്? ബെൽ ഷേപ്പ്, സിമെട്രിക്കൽ ഷേപ്പ്. നെക്സ്റ്റ് വരുന്നത്, അപ്പൊ ഫസ്റ്റ് നേച്ചർ ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്. എല്ലാവരുടെ അളവ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ എല്ലാവരും വ്യത്യസ്തതകൾ ഒരേപോലെയാണ്, അളവിൽ ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ കൈൻഡിൽ, അതിന്റെ തരത്തിൽ നമ്മൾ വ്യത്യസ്തമാണ്. ഒരാള് ഇമോഷൻസ് പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ശരിയായാലും സന്തോഷമായെങ്കിലും സങ്കടമാണെങ്കിലും എന്താണ്, എല്ലാവരിലും ആ ഒരു ഇമോഷൻസ് ഉണ്ട്, അല്ലെ? അതിന്റെ അളവ് ഒരേപോലെ ആണെങ്കിൽ എന്താണ്, തരം വ്യത്യാസമാണ്. പല തരത്തിലായിരിക്കുള്ളൂ നമ്മളത് കാണിക്കുന്നത്, എമൗണ്ടിലെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ നേച്ചറിന്റെ നേച്ചർ എന്ന് പറയുന്നത്, ഡിഫറൻസസിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ കേറാത്തവര് റെക്കോർഡഡ് കണ്ടാൽ മതി.
അടുത്തത് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് പ്രാധാന്യം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറികളിലെ വ്യക്തി വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോ? ഉണ്ട് മാം. ഉണ്ട്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഒരേപോലെയാണോ? അല്ല, പഠിക്കാനുള്ള കഴിവുള്ളവരായിരിക്കില്ല അല്ലെ? പക്ഷെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ പലതരത്തിലുള്ള ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട് അല്ലെ? വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ വീട്ടിലായാലും മറ്റെവിടെ ആയാലും ഉള്ള ചെറിയ പ്രശ്നങ്ങള് അല്ലെ? നമ്മളും അവരും വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും. പക്ഷെ അങ്ങനെ ആരും ഉൾക്കൊള്ളില്ല, അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ആരും. എല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ അവരും വിചാരിക്കണം എന്നുള്ളൊരു തോട്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസർ തന്നെ എന്റെ ഹസ്ബൻഡ് പറയണം അല്ലെങ്കിൽ എന്റെ കുട്ടി പറയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത് അല്ലെ? പക്ഷെ നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല അവൻ ചിന്തിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടോ. പക്ഷെ മനുഷ്യരാണ്, അങ്ങനെ പെട്ടെന്നൊന്നും അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ? അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലാത്തവരൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പെട്ടെന്നൊന്നല്ല, ഒരുപാട് ഏജ് അത്യാവശ്യം നല്ലൊരു മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലായി തുടങ്ങും. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ കുഞ്ഞുണ്ടായ സമയത്ത് നിങ്ങളുടെ ബിഹേവിയറിൽ കുറച്ച് വ്യത്യാസം വന്നു അല്ലെ? നിങ്ങൾക്കൊരു മോനോ മോളോ ഉണ്ടായ സമയത്ത്, പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നാണ് ഒരു കുഞ്ഞ് കയ്യിലേക്ക് വന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനായിട്ട് എൻഗേജ്ഡ് ആവാൻ കുറച്ച് സമയം എടുത്ത്. പക്ഷെ ഇപ്പൊ ഒരു വയസ്സ് 2 വയസ്സ് വരെ നോക്കിയിരുന്നപ്പോ കുഞ്ഞിനോട് ചിലപ്പോ നിങ്ങൾക്കുള്ള ദേഷ്യം വരെ ചിലപ്പോ ആ ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞിനോട് കാണിച്ചിട്ടുണ്ടാവും അല്ലെ? അത് തിരിച്ചൊന്നും ചെയ്യില്ലല്ലോ അല്ലെ? തിരിച്ചൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. നമ്മൾ അതിനോട് തീർത്തിട്ടുണ്ടാവും ചില സിറ്റുവേഷൻസിൽ. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞു, ഇപ്പൊ ആൾക്ക് ഒരു 11 വയസ്സ് 12 വയസ്സെന്ന് ആയിക്കോട്ടെ, അത്രയും വയസ്സായി എന്ന് വിചാരിക്കാം. അന്ന് 2 വയസ്സിൽ കാണിച്ച ആ ഒരു മനോഭാവമാണോ നിങ്ങൾ കുട്ടികളോട് ഇപ്പൊ കാണിക്കുന്നത്? നിങ്ങൾ പലതും ക്ഷമിക്കാൻ പഠിച്ചു, പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു. നിങ്ങളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഒരു പീരീഡ് മതി അല്ലെ? ഓക്കെ, അത് ശരിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു വന്നാക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ് അന്നുണ്ടായ പെരുമാറ്റമല്ല നിങ്ങൾ കുട്ടികളോട് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽ വ്യത്യാസം വന്നതിനാലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്ഷമിക്കാനും സഹിക്കാനൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒരു 3 വയസ്സൊക്കെ ആവുമ്പോഴേ പെട്ടെന്ന് നമ്മൾ സംസാര രീതിയെല്ലാം മാറ്റും മാം. കാരണം അവരത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള ഈവൺ ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള കോൺഫ്ലിക്ട്സ് പോലും നമ്മൾ സഹിക്കാം. ഓക്കെ, യെസ്. Knowledge of individual differences of pupil is of enormous significance to the teacher. Understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with apt educational experiences geared to his potentialities, interests, and experimental background. Okay. Okay. Knowledge of individual differences. Pupil is of enormous significance to the teacher. എന്താ പറയുന്നത്? വിദ്യാർത്ഥികളുടെ വ്യക്തി വ്യത്യാസത്തെ കുറിച്ച് അധ്യാപകൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യകതയാണോ? അതെ, അതായത് വിദ്യാർത്ഥികളുടെ ഒരു കുട്ടിയിലെ ഇൻഡിവിജ്വലി ഡിഫറൻസ്, അവരുടെ വ്യക്തി വ്യത്യാസം ഉണ്ടെന്ന് അധ്യാപകൻ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നാണ് അല്ലെ? ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കുട്ടികളിലെ വ്യക്തി വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല രീതിയിൽ ഒരിക്കലും ഒരു ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ക്ലാസ്സിൽ പഠിപ്പിക്കാനോ സാധിക്കില്ല. ഓക്കെ, യെസ്. Then understanding and appreciation of individual differences among pupils are rudimentary to providing each. എന്താ പറയുന്നത്?
അതായത് വിദ്യാർത്ഥികൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുന്നതിനും അതിനെ ഓരോ വ്യക്തിക്കും ഓരോരോ വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് ഒരു അധ്യാപകൻ തിരിച്ചറിയുന്നത്. അതായത് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന 5 കുട്ടികളും 5 കുട്ടികളും ഒരേപോലെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എല്ലാ പോർഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി എല്ലാത്തിനും ആൻസർ പറയുന്നുണ്ട് ചോദിക്കുന്നതിനൊക്കെ, പക്ഷെ ബാക്കി 4 പേർക്ക് അത് അറിയില്ല. 4 പേർക്കും ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ ഇച്ചിരി മനസ്സിലായിട്ടുണ്ടാവും, മൂന്നാമത്തെ ആൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ബാക്കി 2 പേര് ഒന്നുമേ അറിയില്ല, ഒന്നും അറിയാതെ കേട്ടോണ്ടിരിക്കും കുട്ടികള്. അങ്ങനെ ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ എന്താണ്, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി അതിനാണ് ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിൽ ക്ലാസ് കംപ്ലീറ്റ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്, ബാക്കി നമ്മൾ കുറെ പേർക്ക് അത്തരം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും അല്ലെ. കേട്ടാൽ ചിലപ്പോ ഒന്ന് കേട്ടിരിക്കുമെങ്കിൽ പക്ഷെ അവർക്ക് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ടീച്ചർ എന്താ ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ സിമ്പിൾ ഇംഗ്ലീഷില് കുറച്ചുകൂടി മലയാളത്തില് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത് എന്തിനാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, തന്റെ കുട്ടികൾ എല്ലാവരും ഒരേപോലെ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളത് മനസ്സിലാക്കിയത്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികള് പലരും പലതാണ്, പല ചിന്താഗതി, പല ഡിഫറൻസസ് ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുക്കാനും സാധിക്കൂ. ഓക്കെ, യെസ്. അപ്പോ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ക്ലാസ് മുറിയിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പോകണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ 2 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 2 പേരും 2 ടൈപ്പ് അല്ലേ, ഒരേപോലെയാണോ അവര്? അതെ മാം, എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞേ, 2 കുട്ടികളെ തമ്മിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? എന്റെ വലിയ മോള് ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ് മാം, പെട്ടെന്ന് കരയും. പക്ഷെ ഇയാളെ അങ്ങനെ പെട്ടെന്നൊന്നും കരയില്ല. നമ്മൾ ഇവണൊന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ പോലും ആൾക്കതൊരു പ്രശ്നമൊന്നുമല്ല, കരയൊന്നുമില്ല. ഇമോഷണലി അവളങ്ങനെ പെട്ടെന്നൊന്നും കരയുന്ന ടൈപ്പ് അല്ല. എത്ര വയസ്സായി? അവളിപ്പോ 2.5. ഓക്കെ, മറ്റേ ആൾക്കോ? മറ്റേ ആള് 6.5 ആയി മാം. പിന്നെ ബാക്കി നിങ്ങളപ്പോ ഇനിയിപ്പോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ ഡിഫറൻസസ് ഉള്ളത് നിങ്ങളിപ്പോ അമൃത പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവർ പരസ്പരം ഉള്ളതെന്നുള്ളത്. പിന്നെ കാഴ്ചയിൽ ഇവർ ഒരുപോലെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾ അല്ല, എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? പിന്നെ അവരുടെ മോട്ടോർ ഡെവലപ്മെന്റും എല്ലാം ആയിരിക്കും മാം. ഒരാൾ പെട്ടെന്ന് നടന്നു, പക്ഷെ ഒരാൾ നടക്കാനൊക്കെ ലേറ്റ് ആയി. ഒരു ഫിസിക്കൽ ഫീച്ചറിലുള്ള വ്യത്യാസം എന്താ തോന്നിക്കുന്നത്? ഫിസിക്കൽ ഫീച്ചറിൽ ഒരാളെ ഫുൾ കേളി ഹെയർ ആണെങ്കിൽ ഒരാളെ സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും. രണ്ടും വേറെ വേറെയാണ്. വേറെയാണ്. പിന്നെ കളർ ഓഫ് ദ സ്കിൻ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ, അതേപോലെയാണോ? അല്ല മാം. ഇനിയിപ്പോ കുട്ടികളൊന്ന് മൊത്തത്തിലൊന്ന് പരിശോധിക്കുക, ഇൻഡിവിജ്വൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് പിടിച്ച് നോക്കട്ടാ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ചിലപ്പോ. ഇനി ചിലപ്പോ പക്ഷെ ചെറിയ ഡിസ്റ്റൻസിൽ ഒരു ചെറിയ വയസ്സിന്റെ ഏജിൽ വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പീരീഡൊക്കെ ഒരു ട്വിൻസിനെ പോലെ തന്നെ ഉണ്ടാവും മാം. ചില പിള്ളേർ, എല്ലാ കേസിലും ഇല്ല, ചില പിള്ളേര് ഏകദേശം ട്വിൻസിനെ പോലെ ഉണ്ടാവും. അത് അധികം ഏജ് ഡിഫറൻസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ വലുതാകുമ്പോൾ ഇതിലേതാ വലുത് ഇതിലേതാ ചെറുതെന്ന് മനസ്സിലാവില്ല. പക്ഷെ സ്വഭാവത്തിലായിരിക്കും നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ചിലത് തലതെറിച്ച് കുരുത്തം കെട്ട സ്വഭാവം എന്ന് പറയുന്നത്. ട്വിൻസിന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, കാഴ്ചയിൽ അവർ ഒരുപോലെ ആയിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ട്, അവർക്കും ഉണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. കാഴ്ചയിൽ സിമിലാരിറ്റി തോന്നും അല്ലെ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് സ്വഭാവത്തിൽ നിന്ന് ഇന്നലെ ക്ലാസ്സിൽ കയറിയവർക്ക് അറിയാൻ പറ്റും. ടീച്ചർ പറഞ്ഞത് എന്തൊക്കെ വ്യത്യാസമാണ് ട്വിൻസിന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് പറഞ്ഞേ. അവരുടെ പെരുമാറ്റത്തിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും, പിന്നെ ഐക്യൂല് നല്ല വ്യത്യാസം ഉണ്ടാവും. ആറ്റിറ്റ്യൂഡ് ഒരേപോലെ ആയിരിക്കും. ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ വ്യത്യാസമായിരിക്കും. കാഴ്ചയിൽ പക്ഷെ എങ്ങനെയായിരിക്കും, സിമിലർ ആയിരിക്കും. അതാണ് ട്വിൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആരും ആരെ പോലെ അല്ല.
അല്ലെ? ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് പറയാറില്ലേ നമ്മള്? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ? ഒരാളെ പോലെ 7 പേരോ 9 പേരോ അത്രയും 7 പറയാറുണ്ട്. 7 പക്ഷെ ആ 9 പേർക്കും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? 9 പേരും ചിലപ്പോൾ കാഴ്ചയിൽ നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും തോന്നൽ മാത്രമാണ്. പക്ഷെ അവരിലും ഉണ്ട് വ്യത്യാസത. ഓക്കെ, ഈ പോയിന്റ് മുതലൊന്ന് ഒരാൾ വായിക്കാമോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയൊന്ന് വായിച്ചേ. അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയൊന്ന് വായിക്കാമോ? Okay, ma'am. Understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with an apt educational experiences geared to his potentialities, interests, and experiential background. The democratic approach in education anticipates equal educational opportunities for ഓക്കെ all. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ റൂഡിമെന്ററി എന്നൊരു പദം സൂചിപ്പിക്കുന്ന എന്താണ്? റൂഡിമെന്ററി എന്ന് പറയുന്നത് റൂഡിമെന്ററി അത് ഞാൻ മാമിനോട് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താണ് റൂഡിമെന്ററി? മീൻസ് അടിസ്ഥാനപരമായിട്ട് അല്ലെ? അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ റൂഡിമെന്ററി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളിലെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നറിയുന്നത്. അതായത് അവരുടെ പൊട്ടൻഷ്യാലിറ്റിയിൽ വ്യത്യാസം. എന്താണ് പൊട്ടൻഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്? കഴിവുകള്, കഴിവുകൾ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പീരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. ആരും ഒരേപോലെയല്ല അല്ലെ? ഇപ്പൊ അധ്യാപകരായാലും കുട്ടികളായാലും ആരാണ്? ഈവൻ നമ്മള് മൃഗങ്ങളെ വരെ നോക്കിയാലും അവരിൽ എന്തുണ്ട്? മറ്റു ജന്തുജാലങ്ങളെ നോക്കിയാലും അതിൽ എന്തുണ്ട്? നമുക്കിപ്പോ ഒരു പൂവ് കാണുന്ന സമയത്ത് ആ പൂവ് ഒരേപോലെ തോന്നും, പക്ഷെ ആ പൂവില് വ്യത്യാസം ഉണ്ടാവില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പൂക്കൾ നമുക്ക് കാണുന്ന സമയത്ത് ഒരേപോലെ ഇരിക്കും, പക്ഷെ ആ പൂക്കളുടെ ഇതളുകളിൽ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഫ്ലവർ പെറ്റൽസ് വ്യത്യാസം ഉണ്ടാവില്ല, അതിന്റെ സ്റ്റെമ്മില് വ്യത്യാസം ഉണ്ടാവും, ലീവ്സിൽ വ്യത്യാസം ഉണ്ട്, ഇതിലൊക്കെ വ്യത്യസ്തമുണ്ട്. ഒരു പൂവ് മറ്റൊരു പൂവിനെ പോലെ അല്ല, നമുക്ക് കാഴ്ചയില് ഒരുപോലെ തോന്നുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തിനും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു പേഴ്സണാലിറ്റി. നമ്മളെല്ലാവരും ഒറ്റ പേഴ്സൺ ആണ്, പക്ഷെ കാഴ്ചയിൽ മാത്രമാണ് നമുക്കത് ഒരുപോലെ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നു ദ ഡെമോക്രാറ്റിക് അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ ആന്റിസിപ്പേറ്റ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്ത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ? എങ്ങനെയുള്ളൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ? അപ്പം ഇന്ത്യ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈക്വൽ എഡ്യൂക്കേഷൻ ഫോർ അല്ലെ? എല്ലാവർക്കും ഒരേപോലുള്ള വിദ്യാഭ്യാസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? കമ്പൽസറി, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഏത് ഏജ് മുതൽ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് എന്താണ് നമ്മള് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അത് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി കേട്ടോ. അത് നമ്മുടെ ഭരണഘടന നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഓക്കെ, അതെന്താണ് അങ്ങനെ തരാനുള്ള കാരണം? എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസ ഭരണഘടനയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡെമോക്രാറ്റിക് അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ ആന്റിസിപ്പേറ്റ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ. എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം നമ്മൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വ്യത്യാസങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരേപോലുള്ള വിദ്യാഭ്യാസ പദ്ധതി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Equal education opportunities does not inevitably mean the same educational opportunity that may really promote greater inequality. അപ്പൊ എന്തെന്ന് വായിച്ചു നോക്കി? ഈക്വൽ എഡ്യൂക്കേഷൻ. എന്താണ് ഈക്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? തുല്യ വിദ്യാഭ്യാസം അല്ലെ? തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഡസ് നോട്ട് inevitably mean the same educational opportunity that may really promote greater inequality. എന്തായിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നോക്കി ആ ഒരു സെന്റൻസില്.
സിമ്പിൾ ആണ്. മീൻസ് എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷൻ കൊടുത്താലും പക്ഷേങ്കിൽ ഇത് എല്ലാവരുടെ ഐക്യ വേറെ വരിക്കൂലേ, അപ്പൊ അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അത് ഒരേ തരത്തിലായിരിക്കണം എന്നില്ല, അങ്ങനെയാണ്. അങ്ങനെയാണോ? നോക്കൂ, അങ്ങനെയാണോ അവിടെ സമത്വം, പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒരേപോലെ സമത്വത്തില്. നിങ്ങൾ മനസ്സിലാക്ക 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്ക്, അപ്പൊ കിട്ടും. ഇവിടെ നമ്മൾ ഈക്വൽ എഡ്യൂക്കേഷൻ കൊണ്ട് കൊടുക്കുന്നത് അവിടെ മറ്റെന്തെങ്കിലും നമ്മളവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഓരോ കുട്ടിക്ക് ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുമ്പോ അവിടെ എന്ത് സാധനമാണ് നിഷേധിക്കപ്പെടുന്നത്? എന്താണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്? ഇൻഇക്വാളിറ്റി, അസമത്വം. അസമത്വം. നമ്മൾ ഒരേപോലെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് എന്താണ്? ഈക്വൽ എഡ്യൂക്കേഷൻ, ഈക്വൽ ആയിട്ട് സമത്വപരമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് അവിടെ ഇല്ലാണ്ടാകപ്പെടുന്നത് എന്ത് സാധനമാണ്? അസമത്വം. ഇക്വാളിറ്റി ഇല്ലാതാക്കുകയാണ് നമ്മള്. ഈക്വൽ ആയിട്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമ്മള് ഇൻഇക്വാളിറ്റി അവിടെ നിന്ന് ഡിമോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിയാണ്. ഓക്കെ, ദെൻ റാദർ ഇറ്റ് മീൻസ്, ഇവിടെ പറയുന്ന അടുത്ത പോയിന്റിൽ മനസ്സിലാക്കാം, റാദർ ഇറ്റ് മീൻസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ ഈച്ച് ചൈൽഡ്. അപ്പൊ നമ്മള് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇറ്റ് മീൻസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ ഈച്ച് ചൈൽഡ്. അതായത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? ബെസ്റ്റ് എഡ്യൂക്കേഷൻ പൂർണ്ണമായ വിദ്യാഭ്യാസം അല്ലെ, ഈക്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതായത് സമത്വപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൂടി നമുക്ക് എല്ലാവർക്കും കൊടുക്കണം, എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുകയാണ് നമ്മൾ അല്ലെ. ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരേ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഗ്രേറ്റർ ആയിട്ട് നമ്മൾ ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വത്തെ ഇല്ലാതാക്കി അവിടെ സമത്വം കൊണ്ടുവരണം, ഇക്വാളിറ്റി കൊണ്ടുവരികയാണ് നമ്മൾ അല്ലെ. ഓക്കെ, യെസ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇതുവഴി നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്കും ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഓരോ കുട്ടിക്കും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് ഇതുവഴി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. There is nothing so unlike the equal treatment of unequals. അടുത്ത പോയിന്റ് എന്താ നോക്കൂ, there is nothing so unlike the equal treatment of unequals. എന്താ പറയുന്നത്? ഓരോ കുട്ടിക്കും നമ്മൾ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വലിയവർക്കും ചെറിയവർക്കും ഒരേപോലത്തെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ട്. വലിയവർക്കും മനസ്സിലായില്ല. അസമത്വങ്ങളോട് തുല്യമായി തുല്യരല്ലാത്തവർക്ക് വ്യത്യസ്തമാണ്. നമ്മള് അസമത്വമുള്ളവര് നമ്മൾ എങ്ങനെയായിട്ട് കാണപ്പെടുന്നു? തുല്യരായിട്ട് കാണുന്നു അല്ലെ. Unlike the equal treatment of unequals എന്ന് പറയുന്നത് എന്താണ്? അസമത്വമുള്ളവരെ നമ്മൾ തുല്യമായിട്ട് പരിഗണിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇൻഇക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ഈ അതായത് ഒരേ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്തിനെയാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഈക്വാലിറ്റി. ഇക്വാളിറ്റിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ അൺഈക്വൽസ് എന്നുള്ള ഒരു കാര്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അസമത്വത്തിനെ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എല്ലാവർക്കും സമത്വമാണ്. സമത്വം മീൻസ് ഇക്വാളിറ്റി. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഹ്യൂമൻ റൈറ്റ്സിൽ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് 6 അവകാശങ്ങളുണ്ട്. അതറിയാമോ? അറിയാമോ നിങ്ങൾക്ക്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ലിവ്. ഇക്വാലിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി, പിന്നെ ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഏത് മതത്തിലും വിശ്വസിക്കാനും. റൈറ്റ് ടു എന്താണ് മതം? റൈറ്റ് ടു ഫ്രീഡം. ഒന്ന് ഓർഡർ പറഞ്ഞ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാളിറ്റി. ടീച്ചർ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസപരമായ അവകാശം, സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു ഒറ്റ റൈറ്റ് ആണ്, റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, പിന്നെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ അവകാശം അതില്ലേ മാം? ഏതാണ്? റൈറ്റ് ടു ലിവ് ഇല്ലേ, ജീവിക്കാനുള്ള അവകാശം.
ലൈഫ് ടു ലിവ് ഉണ്ട്. അതൊക്കെ ഒരു അവകാശത്തിനുള്ളിൽ വരുന്നതാണ്. അല്ലാതെ പ്രാഥമികമായിട്ടുള്ള 6 അവകാശങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ? ഒന്നുകൂടി ഓർഡറിൽ പറഞ്ഞാൽ കിട്ടും. ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യക്ക് ഒരു മതം ഉണ്ടോ? ഇല്ല. ഇന്ത്യക്ക് നമ്മൾ ഇന്ത്യ വിളിക്കുന്നത്, ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇന്ത്യക്ക് ഒരു ആയിട്ടുള്ളൊരു മതമില്ല. അതിനെ മതേതര രാഷ്ട്രം എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ത്യ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇന്ത്യക്ക് പ്രത്യേകമായിട്ടൊരു മതങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങള്, അതൊക്കെ ഓരോ റൈറ്റ്സിനകത്ത് വരുന്നത്. നമ്മൾ 6 അവകാശങ്ങൾ. ചൂഷണത്തിനെതിരായുള്ള എക്സ്പ്ലോയിറ്റേഷൻ, നമുക്ക് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം അല്ലെ. റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി ഈ അവകാശങ്ങളിലെല്ലാം ഏതെങ്കിലും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവകാശം കൂടി ഉണ്ട്. അതേതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ. റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ട് ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശം. ഓക്കെ, പിന്നെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ഒരു അവകാശത്തെ നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഏത് അവകാശം എന്ന് പറയാമോ? സ്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെ ഒന്നും അറിയാത്തവരൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇൻ കേസ് നമുക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയാം. അതൊക്കെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിലൊക്കെ ചിലപ്പോ പറഞ്ഞു നിൽക്കാനൊക്കെ നല്ലതായിരിക്കും. വലിയ ക്ലാസ്സിലൊക്കെ പോയി എന്തെങ്കിലും എടുക്കണമെങ്കിൽ കുട്ടികളെ പറയുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാനൊക്കെ പറ്റണ്ടേ. അപ്പൊ റൈറ്റ്സിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കും. കുറച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാ റൈറ്റ്സും നല്ലോണം അറിയുന്നുണ്ടായിരുന്നു മാം. ഇപ്പൊ 6 റൈറ്റ്സ് മാത്രമല്ല, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ കടമകളുണ്ട് അല്ലെ. കടമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിച്ചു വിഷമിക്കില്ല, എന്നാലും ഒരെണ്ണം ചോദിക്കട്ടെ. ഒരെണ്ണെങ്കിലും പറയാമോ? നമ്മുടെ കടമകൾ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. വിവരങ്ങൾ അറിയാനുള്ള അവകാശം. അല്ല, അടിയുള്ളൂ. അത് ഇൻഫർമേഷൻ ആക്ടിൽ വരുന്നതാണ്. അതാണോ? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അല്ലേ? ആണ്. അതെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോക്കണം. ഡ്യൂട്ടി കുറേ ഇല്ലേ മാം? ഡ്യൂട്ടി 10 ഉണ്ട്. 10-11 ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, റൈറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ അത് ഏത് റൈറ്റ്സിലാണ് വരുന്നത്, ഏത് ആർട്ടിക്കിളാണ് വരുന്നതെന്ന് അറിയോ? റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ 56 ആണോ മാം? ആണോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21 ആണോ? ആർട്ടിക്കിൾ 21A പ്രകാരമാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? സൗജന്യമായിട്ടുള്ള അവകാശം അല്ലെ. ആർട്ടിക്കിൾ 21A എന്താണ്? എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തേ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ 6 റൈറ്റ്സ് ഒന്ന് എഴുതി കൊണ്ടുപോരട്ടോ. പ്രധാനപ്പെട്ട 6 റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന്. 6 ഉള്ളൂ. 6ന്റെ പേര് മാത്രം എഴുതിയാൽ മതി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ. ഇതൊക്കെ മാത്രം ഒന്ന് എഴുതി പോരെ. അതവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ നോട്ടിൽ അവിടെ ഇരിക്കും. എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് നോക്കുമ്പോ ഒന്നുകൂടി മനസ്സിൽ പറയില്ലേ. ഓക്കെ, പിന്നെ ഒരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായി, ഞാൻ ചോദിക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് കാണിക്കണം കേട്ടോ. വില്യം ബുണ്ടറ്റിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇത് കയറുമ്പോ തന്നെ അതൊന്ന് 5 പേരെങ്കിലും ഇതൊന്ന് അവതരിപ്പിക്കണേ. ഓക്കെ മാം. നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് ഇവിടെ വരെ എത്തിയത്? ക്വാളിറ്റി പറഞ്ഞപ്പോഴാണല്ലോ റൈറ്റ്സിലോട്ട് പോയത്. ഈക്വൽ എഡ്യൂക്കേഷൻ പറഞ്ഞു. ഈക്വൽ എഡ്യൂക്കേഷൻ പറഞ്ഞ സമയത്ത്. ഇനി നിങ്ങള്
കേട്ടിട്ടുണ്ടോ? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്താണെന്ന്? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ ആരാണ് പെഡോ? പീഡിയാട്രിക്. പീഡിയാട്രിക് ആണ്. കാരണം കുട്ടികൾ. പീഡിയാട്രിക് ഹോസ്പിറ്റൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്. പെഡോ മീൻസ് കുട്ടികളാണ് അല്ലെ? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോ ആരാണ്? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ കുട്ടികളെ വിദ്യാഭ്യാസം അല്ലെ? കുട്ടി കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് പെഡോസെൻട്രിക് എന്ന് പറയുന്നത്. എന്തിനാണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്? ചൈൽഡ് എഡ്യൂക്കേഷൻ. ചൈൽഡ് എഡ്യൂക്കേഷന് അതായത് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ മേക്സ് പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ഫോർ ചൈൽഡ് എഡ്യൂക്കേഷൻ, അനലൈസിംഗ് ദ പെക്യുലർ നേച്ചർ ആൻഡ് സ്പെഷ്യൽ അബിലിറ്റീസ്. പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മള് പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ശരിയായ ക്രമീകരണമാണ് അല്ലെ? അതായത് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ നമ്മൾക്ക് കൊടുക്കുന്നത് അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശരിയായ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെത്തേഡ്സുകൾ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും. അതായത് ഒരു കുട്ടിക്ക് ഏതൊക്കെ എബിലിറ്റീസ് ഉണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തരത്തിലുള്ള മെത്തേഡ്സുകൾ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കുക പെഡോസെൻട്രിക് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കുട്ടികളെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ സ്കിൽസ് അളക്കാൻ സാധിക്കും, അവരെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ മോണ്ടിസോറിയിൽ തന്നെ അറിയാം, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ ടീച്ചിങ് മെത്തേഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ? എന്താണ് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്? ഒരൊറ്റ പോയിന്റ് പറയാമോ? എന്തുകൊണ്ടാണ്? നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആണോ? മെറ്റീരിയൽസ് ആണ് അല്ലെ? അപ്രാക്ടീസ് ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് കുട്ടികൾ എഡ്യൂക്കേഷൻസിനെ നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൽ മോണ്ടിസോറി പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇന്റലിജൻസിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹാൻഡ് എന്നാണ് പറയുന്നത്. കൈകള് ഇന്റലിജൻസിന് വേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. ഹാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഇത് ഉപയോഗിച്ചു കൊണ്ടിട്ടാണ്, കൈകൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? അതിലൂടെയാണ് കുഞ്ഞുങ്ങൾ എന്താണ് അക്ഷരങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ലേണിംഗ്സിന്റെ ആദ്യത്തെ ചുവടിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ മറ്റു വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്ത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. In democratic country, every individual has the right to attain a definite level of development. ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താണ് എവറി ഇൻഡിവിജ്വൽ, എല്ലാ ഇൻഡിവിജ്വൽസിനും എന്താണ് ഹാസ് ദ റൈറ്റ് ടു അറ്റൈൻ എ ഡെഫിനിറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് ഡെഫിനിറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വികസനം. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ഓരോ പൗരനും ഓരോ കുഞ്ഞിനും എന്താണ് പൂർണ്ണമായിട്ടുള്ള ഒരു വികസനം കൈവരിക്കാനുള്ള ഒരു അവകാശം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്താണ് എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അല്ലെ? അതേ സെയിം ലെവൽ കോൺസെപ്റ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് റൈറ്റ് ടു അറ്റൈൻ എ ഡെഫിനിറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. നമ്മുടെ ഡെമോക്രാറ്റിക് ഇന്ത്യ ഓരോ പൗരനും വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്? ശരിയായി ജീവിക്കാനുള്ള ഒരു ക്രമീകരണം, ഒരു നിശ്ചിത തലത്തിലുള്ള വികസനം കൈവരിക്കാനായിട്ട് എല്ലാ മനുഷ്യനും ഒരു നല്ലൊരു രീതിയിൽ ഡെവലപ്മെന്റ് കൈവരിക്കാനായിട്ട് എല്ലാ മനുഷ്യനും എന്താണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്കൊരു റൈറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? യെസ്. പിന്നെ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നമ്മള് വൈവ കണ്ടക്ട് ചെയ്തിരുന്നു നിങ്ങളുടെ നിങ്ങൾക്കല്ല വൈവിന്റെ ബാച്ചില് വൈവ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴേ പറഞ്ഞുതരാണ്. നമ്മൾ പ്രാക്ടീസ് നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമല്ലോ, റെക്കോർഡ്സ് അത് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് മാത്രമല്ല നമ്മൾ വൈവേ ചോദിക്കുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിയറി പാട്ടിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചപ്പോ കുറച്ച് പിള്ളേര് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളം കുടിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് കൊടുത്തു. ഡിഫൻസ് മെക്കാനിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ടീച്ചർ സിറ്റുവേഷൻ കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞു തന്നായിരുന്നത്? ഓക്കെ, അപ്പോ തിയറി ഭാഗത്തു നിന്ന് എന്തുണ്ട് വൈവയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് തലയിലേക്ക് കയറ്റിക്കൊണ്ടേ ഇരിക്കുക, അല്ലാതെ അതിപ്പോ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു ഈ ചാപ്റ്റർ ഇത് നോക്കണ്ട ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതിൽ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കണം.
ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ എന്താണ് തിയറിന്ന് ചിലപ്പോൾ ചോദിച്ചു. നിങ്ങൾ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലെ? ചോദിക്കുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്നുള്ള ഇതിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ ടീച്ചർ ചില തിയറി പഠിച്ചിട്ടില്ല, ആ സ്റ്റേജുകളൊക്കെ നിങ്ങൾക്ക് തറവാണെന്ന് എനിക്കറിയാം. അത്യാവശ്യം കുറെ പേർക്ക് അറിയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഒക്കെ അറിയാലോ എല്ലാവർക്കും. 4 സ്റ്റേജുകള്. പിയാഷയുടെ 4 സ്റ്റേജ് അറിയാം. ബ്രൂണറുടെ 3 സ്റ്റേജ് അറിയാം. ബ്രൂണറുടെ 3 സ്റ്റേജ് ഏതൊക്കെയാണ്? ബ്രൂണറുടെ 3 സ്റ്റേജ് ഏതൊക്കെയാ? കേൾക്കുന്നില്ലേ? ഇനാക്റ്റീവ് സ്റ്റേജ് അതല്ലേ മാം? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. 3 സ്റ്റേജ് പറയാൻ ഇതെപ്പോ ചോദിച്ചാലും പറയണം കേട്ടോ. ബ്രൂണറുടെ ആണ് ഇത്. ജെറോമസ് ബ്രൂണറുടെ തിയറിയിൽ വരുന്ന 3 സ്റ്റേജസ് ആണ് എന്ത്? ഇനാക്റ്റീവ്, ഐക്കോണിക് ആണ്, സിംബോളിക് സ്റ്റേജ്. ഓക്കെ. ചിലപ്പോ ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇപ്പൊ കുട്ടികൾ ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ സിംബൽസിലൂടെ നോളജ് അക്യൂർ ചെയ്യുന്ന സ്റ്റേജ് ഏതാണ്? സിംബൽസിലൂടെ സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ്. ഓക്കെ ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നത് അത് സിമ്പിൾ അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലത്. അപ്പൊ ആ സ്റ്റേജുകൾ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ 4 സ്റ്റേജ് പഠിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ. ചിലപ്പോ ചോദിക്കുന്നത് ഈ സ്റ്റേജിലെ 3ാമത്തെ സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് അറിയാലോ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഏതാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പൊ അങ്ങനെയുള്ള തിയറികളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വൈബിക്ക് വരാൻ കേട്ടോ. അത് മാത്രമേ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല, പേടിക്കണ്ട. പിന്നെ പ്രാക്ടീസ് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ആയിരിക്കുള്ളൂ ചോദ്യം വരുന്നത്. അപ്പൊ വൈവക്ക് കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർഡ് ആവുന്നത് പോലെ തന്നെ വൈവക്കും കൂടി പ്രിപ്പയർഡ് ആവണം. എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ യെസ്. പിന്നെ നമ്മളുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ ഏകദേശം കഴിഞ്ഞില്ലേ? നിങ്ങളുടെ പാർട്ട് 1ഉം 2ഉം കഴിഞ്ഞില്ലേ? ഈ ഒരു ചാപ്റ്റർ കൂടി മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇനിയുള്ള ഭാഗം കംപ്ലീറ്റ് വെറുതെ വായിക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സാം ഉണ്ടാവും കേട്ടോ. അടുത്ത ഒരു ജൂലൈ ഒരു 3rd വീക്ക് ആവുമ്പോഴേക്കും ഉണ്ടാവും കേട്ടോ, ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എക്സാം രാത്രിയാണ്, 7 to 8 മണി വരെയാണ് എക്സാം. അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് തന്നെ മോക്ക് ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക. PDF ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ടെൻഷനും വേണ്ട. സിമ്പിൾ ആയിരിക്കുള്ളൂ പരീക്ഷ കേട്ടോ. ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടോ? ടോപ്പിക് മാത്രമേ ഉള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് വരുമോ? അയ്യോ, എല്ലാവരും പരീക്ഷയാണ്, എല്ലാ ടോപ്പിക്കും ഉണ്ട്. എന്റെ മാത്രമല്ല എക്സാം. ഞാനെടുത്ത ചാപ്റ്റേഴ്സിന്ന് ക്വസ്റ്റ്യൻസ് ഞാനിടും, മറ്റു ടീച്ചേഴ്സ് എടുത്തത് അവരിടും കേട്ടോ. അങ്ങനെ നമ്മള് പിന്നെ 10 മാർക്കിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ മാം, ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ഫസ്റ്റ് 5 മാത്രം ഒരു പാർട്ട് അങ്ങനെ പറഞ്ഞില്ലേ? ഇത് എക്സാം ഉണ്ടാവുമ്പോൾ ഇത് മൊത്തം ഉണ്ടാവും അല്ലെ? 10 ചാപ്റ്റേഴ്സ് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടാവുള്ളൂ. പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷിന്റെ. മനസ്സിലായോ? അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരെയാണ് സെക്കൻഡ് പാർട്ട് നമ്മുടെ അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് 10ാമത്തെ ചാപ്റ്റർ, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് മുതൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരെയാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. മറ്റേത് ഏതാണ്? ഹെൽത്ത് കെയറിലാണ് തുടങ്ങുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ഒക്കെ വരുന്ന ഭാഗമില്ലേ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഹൈജീനിക്. അത് ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട്. ഇത് ഏതാണ്? നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് പാർട്ട്. ഇത് 2 കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മളൊരു എക്സാം നടത്തുന്നത്. അതില് 40 മാർക്ക് നമ്മളുടെ ആയിരിക്കും, 10 മാർക്ക് ഏതാണ്? ഇംഗ്ലീഷിന്റെ ആയിരിക്കും. ഓക്കെ. എല്ലാം ഒന്നിച്ചല്ലേ ക്വസ്റ്റ്യൻ വരാ? ഒരുമിച്ചായിരിക്കുള്ളൂ, ഒരു പേടിക്കുകയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. എളുപ്പമായിരിക്കുള്ളൂ എക്സാം കേട്ടോ. സൈൻ ഔട്ട് പറയൂ മാം. ഇതില് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും ചൈൽഡ് ഡെവലപ്മെന്റും ആ 2 സെക്ഷൻ അല്ലേ എക്സാമിന് ഉണ്ടാവുക? പിന്നെ മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇല്ല, മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റും ഇപ്പൊ ഇല്ല. അടുത്ത ടേം ഇത് ഈ ടേം എക്സാമിന് ഈ 2 പാർട്ട് മാത്രം. അടുത്ത ടേമിലാണ് ബാക്കി 2 ടേംസും വരും. ബാക്കി 2 പാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സാം നടത്തും. ഓക്കെ. നിങ്ങളത് എടുത്ത് തുടങ്ങിയോ പാർട്ട് 4? മാം തുടങ്ങിയിട്ടുണ്ട്. അശ്വതി മാം ഏത് ചാപ്റ്റർ എടുത്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ തുടങ്ങി.
കമ്മ്യൂണിക്കേഷൻ സ്കൂൾ മാനേജ്മെന്റ് എടുത്തോ? സ്കൂൾ മാനേജ്മെന്റ് അടുത്ത് ഫസ്റ്റ് 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. അശ്വതി മാം ആണ് എടുത്തത്. ചോദിക്കട്ടെ, സ്കൂൾ മാനേജ്മെന്റ് എടുത്തു, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് എടുത്തോ? ഓഫീസ് ഓഫീസ് മാനേജ്മെന്റ് എടുത്തു. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തോ? ഇല്ല ഇപ്പൊ കമ്മ്യൂണിക്കേഷനിലാണുള്ളത്. അടുത്ത ഞാൻ എടുത്തോളാം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തോളാം. ഓക്കെ. ഇനി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ് ടെക്സ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയത് കേട്ടോ. എളുപ്പമാണ് അത്. എന്നിട്ട് ബാക്കി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം അത്. താങ്ക് യു. Miss, sign out.